PM ശ്രീ പദ്ധതി ഞങ്ങളുടെ മന്ത്രിസഭയിൽ 2 പ്രാവശ്യം അജണ്ടയായിട്ട് വന്നതാണ്. നല്ലതുപോലെ ചർച്ച ചെയ്തതാണ്. ഇത് നമുക്ക് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളത് തീർത്ത് ഞങ്ങൾ CPI മന്ത്രിമാർ പറഞ്ഞതാണ്. അപ്പൊ അതിപ്പോ ഞങ്ങളറിയാതെ ഇതെങ്ങനെ മേളിലോട്ട് പോയി എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല. ആരാണ് ഒപ്പിട്ട് ഫയലിൽ പോയത് എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല. പാർട്ടി അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വരുന്ന 27-ാം തീയതി ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അവിടെ ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്താണ് തീരുമാനം എന്നുള്ളത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. ഈ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം 17-ാം തീയതിയാണ്. പിന്നീട് ഇത് പുറത്തു വരുന്ന കഴിഞ്ഞ ദിവസമാണ്. അപ്പൊ അതിനിടയിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല എന്നുള്ളതാണോ? അതെ, അതിൻ്റെ ഇടയ്ക്ക് ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായില്ല. പത്രത്തിൽ ഇങ്ങനെ വരുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഒപ്പിട്ട് എന്നുള്ളത്. അപ്പോഴും മാത്രമാണ് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾ മന്ത്രിമാരെല്ലാം അപ്പോഴാണ് അറിയുന്നത്. എന്താണ് എന്നുള്ളത് പാർട്ടി ചർച്ച ചെയ്യും. ഇതിന്റെ വിയോജിപ്പ് നമ്മൾ നേരത്തെ അറിയിച്ചിട്ടുള്ളൂ അല്ലേ? വിയോജിപ്പ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം ഇത് മടങ്ങിപ്പോയതാണ്. മന്ത്രിസഭയിൽ നിന്ന് തന്നെ മടങ്ങിപ്പോയതാണ്. ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളത് തീർത്ത് നമ്മൾ പറയും. പ്രത്യേകിച്ച് നമുക്കറിയാം NEP അതിലൂടെ വരികയാണ്. RSSന്റെ അജണ്ട, സംഘപരിവാറിന്റെ അജണ്ട ഇതിലൂടെ പാഠപുസ്തകത്തിലൂടെ വരാൻ അതൊന്നും നമുക്ക് അംഗീകരിച്ചു.